അതായത് ഈ ലക്ഷറി ടാക്സിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കുണ്ടായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവം ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ഈ അടുത്ത് നമ്മളെ കുറച്ച് ദൂരെയുള്ള കുറ്റ്യാടിയുള്ളൊരു ക്ലയൻറ്റ് അവരുടെ ഒരു അനുഭവം പറഞ്ഞതാണ്. അവരൊരു വീടുണ്ടാക്കി. അപ്പോൾ ഇത് ഏകദേശം ഒരു 3000 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലേക്ക് പോയി. 3000 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ലക്ഷറി ടാക്സ് ഉണ്ടാവും. അപ്പോൾ ഈ കൂടുതലായിട്ട് വന്ന സ്പേസ് ഇവരെന്ത് ചെയ്തു, ഇത് പൊളിച്ച് അതിനുശേഷം വീണ്ടും എന്ത് ചെയ്തു, പഞ്ചായത്തിൽ കംപ്ലീഷന് വേണ്ടി കൊടുത്തു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് പൊളിക്കാൻ എത്ര പൈസ ചിലവായിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 2.5 ലക്ഷം രൂപ ചിലവായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എത്രയാണ് നിങ്ങൾ ലക്ഷറി ടാക്സ് എന്ന് ചോദിച്ചു. സത്യത്തിൽ 3000 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിൽ പോയാൽ വരുന്ന ലക്ഷറി ടാക്സ് 5000 രൂപയാണ്. അപ്പോൾ ഈ ഒരു 5000 രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് 2.5-3 ലക്ഷം രൂപ ഇവർ ചിലവഴിച്ചിട്ട് ഇവർ നിർമ്മിച്ചിട്ടുള്ള ഈ നിർമ്മിതി എന്ത് ചെയ്യുന്നത്, പൊളിക്കുന്നത്. ഏകദേശം 5000 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിൽ പോകുമ്പോഴാണ് 7500 രൂപ ലക്ഷറി ടാക്സ് വരുന്നത്. ഇതാണ് ലക്ഷറി ടാക്സിൻ്റെ ഒരു സിനാറിയോ. പക്ഷേ ആളുകൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല. പലപ്പോഴും ലക്ഷറി ടാക്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റിക്വയർമെൻറ്റ്സിൽ, നമ്മുടെ ആവശ്യങ്ങളിൽ, നീഡ്സിലൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നതും നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആളുകൾക്ക് അവബോധമില്ല എന്നുള്ളത് ത്രൂ ഔട്ട് മൈ എക്സ്പീരിയൻസിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു 5000 രൂപയാണ് 3000 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിൽ പോകുമ്പോൾ പ്രീമിയം ടാക്സ് വരുന്നത് എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അറിവ് എല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ് എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്.